നിർത്തടാ, ഓടാ പിള്ളേരെ. വെളി ഇറങ്ങാൻ മേല കൂവലിന്റെ കാശ. എന്റെ ദൈവമേ, എന്തു പറ്റി? സൈക്കിൾ ചവിട്ടി തളർന്നോ? തളരാതെ എന്ത് ചെയ്യും സാറേ? ഇത്രയും നാൾ ഒരു പട്ടിയെ പോലെ കാലി നക്കി നടന്ന എന്നെ ഓർക്കാപ്പുറത്തല്ലയോ നാടാര് തങ്ങിക്കളഞ്ഞത്. നടരാജന്റെ വേഷം മാറിയപ്പോ ഭാഷയും മാറി. ഇനിയിപ്പോ ആ വേഷവും ഭാഷയും കൊണ്ട് എന്ത് പ്രയോജനം? ഇടി കിട്ടിയതും മോഷണക്കേസിൽ പ്രതിയായതും മിച്ചം. ഇനിയിപ്പോ എന്താ അടുത്ത പരിപാടി? ഇനിയുള്ളതൊരു വലിയ പരിപാടിയാണ്. എല്ലാ വഴികളും അടഞ്ഞപ്പോ ഇവിടെ വന്ന് അഭയം തേടിയാലോ എന്ന് ആലോചിച്ചതാ. ഈ ചുറ്റുവട്ടത്ത് അടുപ്പിക്കാൻ കൊള്ളാത്തവനാണ് ഞാനെന്ന് പണിക്കർ സാറിന് അറിയാവുന്നുള്ളത് എനിക്കറിയാം. എന്തായാലും ഞാൻ നാട്ടിലോട്ടൊന്ന് പോട്ടെ. അപ്പൊ നാടുണ്ടോ? പിന്നെ കുഴിത്തുറ. അവിടെ പോയി ഒരു കളി കളിച്ച് കുറച്ച് കാശുമായി ഞാൻ ഇവിടെ വന്ന് കാണിച്ചു കൊടുക്കാം നാടാരാണോ നാടാര്, അല്ല ഈ നടരാജനാണോ നാടാരെന്ന്. അന്ന് പണിക്കര് സാറും സാറിന്റെ ആൾക്കാരും എന്നോടൊപ്പം ഉണ്ടാവണം. അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓ ആ വരട്ടെ വരട്ടെ. வணக்கம். சீக்கே, இவங்கெல்லாம் பணிக்கர் ஆசிரமத்தில் இருக்கிறவங்க. ஆனா நம்ம எஸ்டேட்ல வேலை செய்யற பசங்க எங்க இருந்தாலும் நமக்கு தான் ஓட்டு போடுவாங்க. அப்படியா? போற வழியில தான் சர்வோதய ஆசிரமம் இருக்கு. போகும்போது ஒரு பாறை பார்த்துட்டு போயிடுவோம். சரி. வணக்கம் பணிக்கர். சௌக்கியமா? இவர் சி.கே. ராதாகிருஷ்ணன், நம்ம ஸ்டேட் எக்ஸைஸ் மினிஸ்டர். சி.கே. இவர் ரொம்ப பெரிய மனுஷன். இங்க டிஸ்பென்சரி ஸ்கூல் எல்லாம் வரணும்னு ரொம்ப ஆசைப்படுறாரு. நீ அதுக்கெல்லாம் கொஞ்சம் ஏற்பாடு பண்ணிட. அவருக்கு சொல்லிட்டேன். സർവോദയം പണിക്കരെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. ഒന്ന് പരിചയപ്പെടാമെന്ന് വെച്ചു. അനുഗ്രഹിക്കണം. സ്കൂളും ഡിസ്പെൻസറിയും എന്താണെന്ന് വെച്ചാൽ? സ്കൂളും ഡിസ്പെൻസറിയും എക്സൈസ് വകുപ്പിന്റെ കീഴിലല്ലല്ലോ. ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി രാജമാണിക്യം നാടാർക്ക് ആവശ്യമുള്ള ഡിസ്റ്റിലറിയോ ബാറോ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കുക. നാടാരെ, നമ്മളൊന്ന് സൂക്ഷിക്കുന്നതാ നല്ലത്. വലിയ ജനസമ്മതിയുള്ള ആളാണ് പണിക്കരെന്നല്ലേ? பணிக்கர் என்னையா பண்ணிடுவான்? நீ மீனாட்சிபுரத்துல நிக்கிறன்றதுக்காக யாரும் உனக்கு ஓட்டு போட்ட மாட்டாங்க. നാടാരോട് ആളിன்றதுக்காகத்தான் உனக்கு ஓட்டு போடுவாங்க. அதுதான் உன் யோகிதை. എന്റെ പൊന്നു നാടാരെ, ഈ പറയുന്നതൊക്കെ സത്യമാ. പക്ഷേ ഇതല്പം രാഷ്ട്രീയമായി കാണുന്നതാ ബുദ്ധി. ஓ அப்படியா? அப்ப என்ன செய்ய போற? നമുക്ക് ആലോചിക്കാം. വരൂ. പണിക്കര് സാറല്ലേ? ഉണ്ട്, ഇരിക്കൂ. ഇപ്പൊ വിളിക്കാം. ഇതാര്? അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഇരിക്കൂ. പണിക്കര് സാറിനെ കാണേണ്ട ആവശ്യം എനിക്കാണെങ്കിലോ? കൺഗ്രാറ്റുലേഷൻ സാർ. സ്കൂളും ഡിസ്പെൻസറിയും സാങ്ഷൻ ആയിരുന്നു. വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. സംഗതികൾ വളരെ ഫാസ്റ്റാ. തറക്കല്ലിടാൻ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ വരുന്നു. ഇതൊക്കെ വെറും ഇലക്ഷൻ സ്റ്റണ്ട് ആയിരിക്കും മാഡം. ഇലക്ഷൻ നടക്കുന്ന മണ്ഡലത്തിൽ ജനക്ഷേമ പദ്ധതികളൊന്നും അനുവദിക്കരുത് എന്നല്ല നിയമം. നിയമം മാർഗം തെറ്റാണെങ്കിലും ഗുണം കിട്ടുന്നത് ഈ ഗ്രാമത്തിനല്ലേ? നമുക്ക് സന്തോഷിക്കാം. അവസാനം ഓർമ്മക്കുറിപ്പ് പോലെ ഒരു ശിലാഫലകം മാത്രം അവശേഷിച്ചു. നോ കമന്റ്സ്. ഒക്കെ രാഷ്ട്രീയം, ഫേറ്റ്. ഇൻവിറ്റേഷൻ പ്രിന്റ് ചെയ്യണം. ഉദ്ഘാടനം മന്ത്രി, അധ്യക്ഷനായി സാറായിരിക്കണമെന്ന് മിനിസ്റ്റർക്ക് നിർബന്ധം. ക്ഷണിക്കേണ്ടത് എന്റെ ഒഫീഷ്യൽ ഡ്യൂട്ടി. സാറിന്റെ കൺകറൻസ് വേണ്ട മുത്തച്ഛ. ഇത്രയും കാലം മുത്തച്ഛൻ പാടുപെട്ടിട്ട് വോട്ട് തട്ടിയെടുക്കാൻ ഒരു മന്ത്രി. എന്തുമാവട്ടെ, എന്റെ പേര് വെച്ചോളൂ. ഞാൻ വരാം.
വന്നിരിക്കും. അതിമനോഹരമായ ഈ ഗ്രാമപ്രദേശത്ത് ഒരു സ്കൂളും ആശുപത്രിയും സ്ഥാപിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചു എന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾ ഇവിടെയുണ്ട്. എന്നാൽ സത്യം എന്താണെന്ന് നല്ലവരായ നാട്ടുകാർ അറിയണം. ഒട്ടേറെ എതിർപ്പുകൾ ഉണ്ടായിട്ടും അസംബ്ലിയിൽ ഇക്കാര്യം ഞാൻ 1000 തവണ ആവർത്തിച്ച് വാദിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ സ്കൂളും ആശുപത്രിയും ഇവിടെ സ്ഥാപിതമായത് എന്നറിയിക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഇതെന്റെ വകുപ്പല്ലെങ്കിൽ കൂടിയും നിങ്ങളിൽ ഏവരുടെയും എല്ലാവിധ പിന്തുണയും എനിക്ക് ഉണ്ടാകണം എന്ന അഭ്യർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. மீனாட்சிபுரம் மக்கள் அனைவருக்கும் என் மனமார்ந்த வணக்கங்கள். இந்த சந்தோஷமான நேரத்திலே இன்னொரு சந்தோஷமான விஷயத்தை சொல்ல ஆசைப்படுகிறேன். வரப்போகும் பை எலெக்ஷனிலே சீக்கே அவர்கள் இந்த தொகுதியிலே நிற்கிறார். எப்போதும் போல அவரை ஜெயிக்க வைக்க வேண்டியது உங்களுடைய கடமை. சீக்கே ஜெயிச்சால் அது நாடார் ஜெயிச்ச மாதிரி. நன்றி, வணக்கம். അടുത്തതായി സർവോദയ സംഘം പ്രസിഡന്റ് ശ്രീ R.K. പണിക്കർ ആശംസാ പ്രസംഗം നിർവഹിക്കുന്നതാണ്. പ്രസംഗത്തിൽ എനിക്ക് വിശ്വാസമില്ല. പ്രസംഗിക്കുന്നത് പ്രവർത്തിക്കാതിരിക്കുക, പ്രവർത്തിക്കാത്തത് പ്രസംഗിച്ച് നടക്കുക. അതാണ് ഈ കാലഘട്ടത്തിൽ പ്രസംഗവും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധം. എങ്കിലും ഒരു കാര്യം ഇവിടെ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇവിടെ ആശുപത്രിയും സ്കൂളും നമുക്ക് അനുവദിച്ചു തന്നത് തന്റെ ശ്രമം കൊണ്ടാണെന്ന് മന്ത്രി അവകാശപ്പെടുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതേ മന്ത്രി ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ഈ ചടങ്ങിൽ വലിഞ്ഞു കയറി വന്ന നാടാര് പറയുന്നു. ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം. ഈ സ്കൂളും ആശുപത്രിയുമെല്ലാം ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണ്. ആവശ്യങ്ങൾ നേടിയെടുക്കാൻ രാഷ്ട്രീയവും അധികാരവും ആവശ്യമില്ല എന്ന വിശ്വാസ പ്രമാണക്കാരനാണ് ഞാൻ. പക്ഷെ ഇപ്പോ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നാടാർ നിർത്തുന്ന കുറ്റിച്ചൂലുകൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടാറാണ് പതിവ്. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ നാടിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്ന നമ്മുടെ നന്മയുടെ പ്രതിനിധിയായ ഒരാൾ സ്ഥാനാർത്ഥിയായി ഉണ്ടാവണം. ജയ് ഹിന്ദ്. എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയില്ല എന്നുറപ്പായി. ഓരോ ദിവസം കഴിയും തോറും നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഈ നാടാരെ പോലുള്ള സാമൂഹ്യ ദ്രോഹികൾ അധികാരം കയ്യിലെടുക്കുകയാണ്. ഒരു തുറന്ന സമരത്തിന് നമ്മൾ ഇനിയും താമസിച്ചാൽ സ്കൂളിന് അനുവദിച്ച സ്ഥലത്ത് ഡിസ്റ്റിലറി വരും. നമ്മുടെ ഈ പുൽക്കുളിരുകൾ ചാരായ ഷാപ്പുകളായി മാറും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളിൽ ഒരാൾ സ്ഥാനാർത്ഥിയായി നിൽക്കണം. ഞാൻ നിக்கிறேன் சார். அந்த நாடாருக்கு കെട്ടിവെച്ച പണം കിടക്ക പോറതില്ല. നമ്മുടെ പക്ഷത്ത് നിന്ന് ആര് വന്നാലും ജയിക്കും. പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾ വ്യക്തമായി പറയാനും അംഗീകരിപ്പിച്ചെടുക്കാനും പ്രാപ്തിയുള്ളവരായിരിക്കണം എന്ന് മാത്രം. നിങ്ങളൊക്കെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചാൽ മതി. പിന്നെ ആര് നിക്കണം സാർ? പണിക്കര് സാർ തന്നെ. അല്ലാതാരാ? പണിക്കര് സാർ! പണിക്കര് സാർ! ഞാനല്ല. ഞാൻ പ്രവർത്തിക്കേണ്ടത് ഈ സ്ഥാപനത്തിന് വേണ്ടിയാണ്. ഇതൊരു വലിയ പ്രസ്ഥാനമാക്കി എടുക്കുക എന്നുള്ളത് തന്നെയാണ് എന്റെ സ്വപ്നം. തെരഞ്ഞെടുപ്പും പ്രസംഗവും ഒന്നും എന്റെ കർമ്മമണ്ഡലമല്ല. എങ്കിൽ ആര് നിക്കണം? സാറ് തന്നെ പറ. പറയാം. പാർവതി. പേടിക്കരുത്, ഞാനുണ്ട്, ഞങ്ങളൊക്കെ ഉണ്ട്. ഈ ചുറ്റുപാടിനപ്പുറത്ത് വേറൊരു ലോകമുണ്ട്. അതറിഞ്ഞു വേണം നിങ്ങളൊക്കെ വളരാൻ. ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? പാർവതി പണിക്കർ. யோ சீக்கே, நீ ஏன் அனாவசியமா பயந்து சாவற? அவன் யாரோ ஒரு பொண்ணை காட்டி உதார் காட்டுறான், நீ ஏன் நடுங்கிற? ഇതത്ര ഈസിയായി കാണരുത്. பார், இது மீனாட்சிபுரம். நீ ஏன் ஆளு? இங்க MLA யாரு, MP யாருன்னு முடிவெடுக்கிற ராஜா நானு. ഉറപ്പൊന്നും പറയാനൊക്കില്ല നാടാരെ. റിസ്ക് എടുക്കുന്ന അപകടമാണ്. അവളെ മത്സര രംഗത്ത് നിന്ന് മാറ്റാൻ തനിക്കാവുമോ? ഞാൻ പറഞ്ഞല്ലോ കുട്ടി, എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ തീരുമാനമെടുക്കേണ്ടത് നീയാണ്. അല്ല മുത്തച്ഛ,
ആളുകൾ പറഞ്ഞെന്ന് വെച്ച് ഈ ഇലക്ഷൻ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാ കുഞ്ഞൊന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. അതല്ല മുത്തു, ആര് നിൽക്കോ ജയിക്കോ ഭരിക്കോ ചെയ്യട്ടെ, ഈ ആശ്രമവും ഇവിടുത്തെ കാര്യങ്ങളും അതുപോരെ. പോരാ, ആളുകളുടെ ആവേശം കണ്ടില്ലേ? ഇപ്പൊ നീയാ അവരുടെ മനസ്സിലെ പ്രതീക്ഷ. തന്നെയുമല്ല, നീ പിന്മാറിയാൽ ഇതുപോലുള്ള കള്ളന്മാരല്ലേ വീണ്ടും വരിക. ഇത്രയും ജനങ്ങളുടെ പിന്തുണ ഉള്ള സ്ഥിതിക്ക് നീ മത്സരിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. யோ பணிக்கர், உன்னை பெரிய மனுஷன் நினைச்சேன், ஆனா ஏமாத்திட்ட. இந்த மீனாட்சிபுரத்திலேயே என்னை எதிர்த்து பேசுற ஒரே ஆள் நீதான். இங்க நான் வச்சதுதான் சட்டம். உனக்கு ஜே போடுறவெல்லாம் என் வீட்டு எச்ச சோறு தின்னுவேன். இதுதான் சர்வோதயமா? பணிக்கர், சிகேவுக்கு எதிரா நீயோ இந்த பொண்ணோ எலெக்ஷன்ல நின்னா നിന്നാൽ அவ்வளவு தைரியமா? இங்க இருக்கிறவெல்லாம் கை கால் இல்லாம வீடு வாசல் இல்லாம நடுத்தருவில் நிக்கணும்னு ஆசைப்படுறியா? பணிக்கர், என்கிட்ட மோதாதே. മിസ്റ്റർ രാജമാണിക്യം നാടാർ, ഇവിടെ ഇലക്ഷൻ നിൽക്കുന്നു. നേരിടേണ്ടത് ആൾബലം കൊണ്ടും ഭീഷണി കൊണ്ടുമല്ല. ജനങ്ങൾ സത്യത്തിന്റെ ഭാഗത്താണോ നിങ്ങളുടെ ഭാഗത്താണോ എന്ന് അവർ തെളിയിക്കും. சாபாஷ்! இந்த ராஜமாணிக்க நாடார் கூட ஒரு எதிராளி கிடைச்சிட்டான். பாத்தீங்களா? ஏற வண்டியில ஏறு, காட்டுறேன். இந்த ராஜமாணிக்க நாடார் யாருன்னு காட்டுறேன். ஏற வண்டிய. നായന്റെ മക്കളെ, നാടാരുടെ ഫാക്ടറിയിലും തോട്ടങ്ങളിലും പണിയെടുത്ത് കൂലി മേടിച്ച് നക്കിയിട്ട് പണിക്കർക്ക് ജയ് വിളിച്ച് കിടക്കുന്ന പട്ടികളെ. ആർക്കാണ് ആ ചൊക്കിളി പെണ്ണെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തേണ്ടത്? ആരാണ് അവൾ വോട്ട് പിടിക്കാൻ നടക്കുന്നത്? വോട്ട് പിടിച്ചാൽ നീയൊക്കെ എന്ത് ചെയ്യടാ? പറയടാ, നീയൊക്കെ എന്ത് ചെയ്യും? ഓ, പണിക്കരുടെ വളർത്തുപട്ടി. അതേടാ, പട്ടി തന്നെ, കടിക്കുന്ന പട്ടി. പണിക്കർ സാർ ഞങ്ങളുടെ ദൈവമാ. നിന്റെയൊക്കെ കൂലി മേടിച്ചിട്ടുണ്ടെങ്കിലേ അത് ഞങ്ങളെ ചോര ഒഴുക്കിട്ടാടാ. ഈ പ്രാവശ്യം പണവും ചാരായം കൊടുത്ത് വോട്ട് ചോദിക്കാൻ വന്നാ ഇറങ്ങി വരടാ. എന്നിട്ട് ചങ്കൂറ്റത്തോടെ പറയുന്നു പാർവതി പണിക്കർക്ക് തന്നെയാ വോട്ടെന്ന്. இனிமே சாரி பணம் சாராய ஏதாச்சும் இங்க கொண்டு வந்தீங்கன்னா காலை முறிச்சு விடுவேன். ஜாகிரதை. போங்கடா. நம்ம ஓட்டு பார்வதி அம்மா. நம்ம ஓட்டு நம்ம ஓட்டு பணிக்கர் சார். பணிக்கர் சார். நம்ம ஓட்டு நம்ம ஓட்டு. എന്താ കൈ വിറയ്ക്കുന്നുണ്ടോ? നാളെ നാട് ഭരിക്കേണ്ട കൈകളല്ലേ? മുത്തച്ഛനും പിന്നെ എല്ലാരും കൂടി നിർബന്ധിച്ചതുകൊണ്ടാ ഞാനിതിനൊക്കെ. ധൈര്യമായിട്ടിരിക്കെ. പണിക്കരി സാറിന്റെ കൊച്ചുമോളല്ലേ? ബി ബോൾഡ്. എക്സ്ക്യൂസ് മീ സർ, പാർവതി പണിക്കർ മത്സരിക്കുന്നതിനെ കുറിച്ച് എന്താ സാറിന്റെ അഭിപ്രായം? കെട്ടിക്കേണ്ട പ്രായത്തിൽ കെട്ടിച്ചയച്ചില്ലെങ്കിൽ ഇങ്ങനെ ചില ദുർബുദ്ധിയൊക്കെ തോന്നും. തന്നെ കൂടെ ഉദ്ദേശിച്ചാ പറഞ്ഞത്. அவர் அப்படித்தாம ஜோக் அடிப்பாரு. சிகே, இவங்க தான் உங்க எதிராளி. അത് ശരി. വയസ്സുകാലത്ത് പണിക്കർ സാറിന് തോന്നിയ ബുദ്ധി കൊള്ളാം. വല്ല ആടോ മാടോ നൂൽനൂൽപ്പോ ഒക്കെ ആയിട്ട് ഇരുന്നാ പോരെ. ഇവിടെ രാഷ്ട്രീയം കളിക്കാൻ വേറെ ആണുങ്ങളുണ്ടല്ലോ. മാഡം, രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ എന്തെങ്കിലും പ്രചോദനം? അതിന് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടില്ലല്ലോ. പിന്നെ മത്സരിക്കുന്നത് ജയിക്കാൻ തന്നെ. ജയിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഉണ്ട്. ഞാൻ ചോദിച്ച സ്ഥാനാർത്ഥിയോടാ. ഉണ്ട്. ചാരായം വന്നു. ആ മോളെ, ഒരൊറ്റയാളെ വിടാതെ എല്ലാവരും നേരി കാണണം. അറിയാതെ പോലും വാഗ്ദാനങ്ങളൊന്നും കൊടുക്കരുത്. നീയാണ് അണികളുടെ ശക്തി, അത് മറക്കരുത്. ശരി മുത്തച്ഛ. ഓ, നമസ്കാരം. നമസ്കാരം. വന്നെത്താൻ കുറെ പാടുപെട്ടു. എന്നെ മനസ്സിലായോ?
പ്രതിപക്ഷ നേതാവിനെ മനസ്സിലായില്ല എന്ന് പറയാൻ പറ്റുമോ? വളച്ചു കെട്ടാതെ കാര്യം പറയാമല്ലോ. ആ CK കിറ്റും നാടാർ കിറ്റും അടിക്കാൻ എനിക്ക് കിട്ടിയ ഒരു വടിയായി ഈ തെരഞ്ഞെടുപ്പ്. ആളുകൊണ്ടും അർത്ഥം കൊണ്ടും ഞാൻ സാറിന്റെ കൂടെയാ. അത് പറയാലാ ഞാൻ വന്നത്. സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് വിട്ടുതരിക. നിങ്ങൾ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള കളിക്ക് കരുവായിട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിട്ടുതരാൻ തയ്യാറല്ല. ആദർശമൊക്കെ നല്ലത്. എനിക്ക് സാറിനോട് ഒന്നേ പറയാനുള്ളൂ, കളിക്കാൻ ഇറങ്ങിയാൽ കളിക്കണം. അല്ലാതെ ഈ സ്വതന്ത്രൻ എന്നൊക്കെ പറഞ്ഞിറങ്ങിയാൽ ഒരിടത്ത് നിൽക്കാനൊക്കത്തില്ല. ഏതായാലും ഞങ്ങളുണ്ട്. പാർവതി പണിക്കർ സിന്ദാബാദ്. പാർവതി പണിക്കർ സിന്ദാബാദ്. പാർവതി പണിക്കരെ വിജയിപ്പിക്കുക. സിന്ദാബാദ് സിന്ദാബാദ്. പാർവതി പണിക്കർ സിന്ദാബാദ്. സിന്ദാബാദ് സിന്ദാബാദ്. പാർവതി പണിക്കർ സിന്ദാബാദ്. നാടാരെ, നമ്മൾ വിചാരിച്ച പോലൊന്നുമല്ല കാര്യങ്ങളുടെ കിടപ്പ്. കണ്ടില്ലേ വാർത്തകള്? ആ പെണ്ണിന്നൊരു ഹീറോയിനായി മാറിയിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ പിന്തുണയും കൂട്ടത്തിൽ നമ്മുടെ ഭാഗത്തുനിന്നുള്ള പാര വേറെയും. ശാന്തിഗ്രാമിലെ 30,000 വോട്ടെന്ന് പറഞ്ഞാൽ അത് വളരെ നിർണായകമാണ്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. எனக்கெதிரா ஓட்டு போட மீனாட்சிபுரத்துல எவனுக்காவது தைரியம் உண்டா? അതൊക്കെ പണ്ട്. എടോ നാടാരെ, ഇന്ന് ജനങ്ങൾക്ക് തന്നേക്കാൾ ബുദ്ധിയുണ്ട്. താൻ പിച്ചച്ചട്ടിയിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന റൊട്ടിക്കഷ്ണങ്ങൾ നുണഞ്ഞുകൊണ്ട് തന്നെ അവർ പണിക്കരുടെ തലോടലിൽ നിന്ന് കൊടുക്കും. ஐ! நீ தோத்தா அது நாடார் தோத்தா மாதிரி. அதுக்கு நான் விடமாட்டேன். അപ്പൊ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു തൊലക്കേ. ஷோ! அப்பாஸ் அமானுல்லா கான் கேள்விப்பட்டிருக்கிறியா? அவன் பேரை கேட்டாலே டெல்லி நடு நடுங்கும். விலைக்கு வாங்குவான். அவன் என் ஆள். ஜெயிக்கிறேன். அவனை வச்சே இந்த ராஜமாணிக்க நாடார் ஜெயிக்கிறேன். कोई हिलने की कोशिश मत करना. सारा माल अब्बास के पास दे दो. जल्दी.
गाओ नाचो और मस्ती मारो